എല്ലാവർക്കും ന്യൂസ് ഫസ്റ്റ് മലയാളത്തിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ക്രിക്കറ്റ് വാർത്തകൾ ആദ്യമേ അറിയാൻ ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. ICC ചാമ്പ്യൻസ് ട്രോഫിയിലെ ഇന്ത്യ-ഓസ്ട്രേലിയ സെമിഫൈനൽ മത്സരത്തിൽ തകർപ്പൻ വിജയമാണ് ഇന്ത്യ ഇന്ന് നേടിയത്. ടോസ് നേടി ആദ്യം ബാറ്റ് ചെയ്ത ഓസ്ട്രേലിയ 264 റൺസാണ് നേടിയത്. മറുപടി ബാറ്റിംഗിനിറങ്ങിയ ഇന്ത്യ ലക്ഷ്യം മറികടക്കുകയായിരുന്നു. മത്സരശേഷം ഓസീസ് ക്യാപ്റ്റൻ സ്റ്റീവ് സ്മിത്ത് പറഞ്ഞത് ഇങ്ങനെയാണ്: ആദ്യം തന്നെ അർഹമായ വിജയത്തിന് ടീം ഇന്ത്യയ്ക്ക് അഭിനന്ദനങ്ങൾ. ഇന്ന് അവർ മികച്ച ക്രിക്കറ്റ് കളിച്ചു. അവരുടെ പദ്ധതികൾ കൃത്യമായി നടപ്പിലാക്കിയതിന്റെ ക്രെഡിറ്റ് അവർക്കാണ്. പ്രത്യേകിച്ചും വിരാട് കോഹ്ലി, മുഹമ്മദ് ഷമി, ഹാർദിക് പാണ്ഡ്യ. നിർണായക നിമിഷങ്ങളിൽ അവർ മുന്നേറുകയും കളിയുടെ നിയന്ത്രണം ഏറ്റെടുക്കുകയും ചെയ്ത രീതി അസാധാരണമായിരുന്നു. ഇന്ത്യയ്ക്ക് എല്ലാ വകുപ്പുകളിലും മാച്ച് വിന്നർമാരുണ്ട്. ലോക ക്രിക്കറ്റിൽ അവർ ഇത്രയധികം പ്രബലമായ ശക്തിയാണെന്ന് അവർ വീണ്ടും തെളിയിക്കുന്നു. ഞങ്ങൾക്ക് ഇത് ഒരു കഠിനമായ തോൽവിയാണ്, പക്ഷേ ഇന്ന് ഞങ്ങൾ മികച്ച പ്രകടനം കാഴ്ചവെച്ചു എന്ന് സമ്മതിക്കണം. ഞങ്ങൾക്ക് ഞങ്ങളുടേതായ നിമിഷങ്ങളുണ്ടായിരുന്നു, പക്ഷേ ഇന്ത്യ സമ്മർദ്ദം നിലനിർത്തി കളിയിൽ മുന്നോട്ട് പോകാൻ ഒരിക്കലും ഞങ്ങളെ അനുവദിച്ചില്ല. മികച്ച ടീമുകൾ അതാണ് ചെയ്യുന്നത്. ഞങ്ങളും മികച്ച രീതിയിൽ തന്നെ കളിക്കാൻ ശ്രമിച്ചു, പക്ഷേ അതിന് സാധിച്ചില്ല. ഈ മത്സരത്തിൽ നിന്ന് ഞങ്ങൾ പാഠങ്ങൾ ഉൾക്കൊള്ളും, ഞങ്ങളുടെ തെറ്റുകൾ മനസ്സിലാക്കി കൂടുതൽ ശക്തമായി തിരിച്ചുവരും. ഇന്ത്യ ഇപ്പോൾ കളിക്കുന്ന രീതി നോക്കുമ്പോൾ അവർ ഇതുവരെയും ഒരു മത്സരം പോലും തോറ്റിട്ടില്ല. അവർക്ക് ശരിയായ ബാലൻസ്, ശരിയായ മാനസികാവസ്ഥ, വലിയ മത്സരങ്ങളിൽ സമ്മർദ്ദം എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് അറിയാം. അവർ ഇങ്ങനെ കളിച്ചാൽ ചാമ്പ്യൻസ് ട്രോഫി ഉയർത്തുന്നതിൽ നിന്ന് അവരെ തടയാൻ ഒരു ടീമിനും കഴിയില്ല. ഇന്ത്യക്കെതിരെ മത്സരിക്കുന്നത് എപ്പോഴും ഒരു വെല്ലുവിളിയാണ്. അവരെ വീണ്ടും നേരിടാൻ ഞങ്ങൾക്ക് മറ്റൊരു അവസരം ലഭിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു എന്നും സ്മിത്ത് വ്യക്തമാക്കി. ഇന്ത്യ ശരിക്കും ഈ ചാമ്പ്യൻസ് ട്രോഫിയിൽ മികച്ച പ്രകടനമാണ് കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടുതന്നെയാണ് അവർ ഇപ്പോൾ ഫൈനലിലേക്ക് പ്രവേശിച്ചിരിക്കുന്നതും. കളിച്ച എല്ലാ മത്സരങ്ങളും വിജയിച്ചാണ് ഇന്ത്യ ഇപ്പോൾ ഫൈനലിൽ എത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഫൈനൽ മത്സരവും ഇന്ത്യ തന്നെ വിജയിക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഇതിനെപ്പറ്റി നിങ്ങളുടെ അഭിപ്രായം എന്തെന്ന് താഴെ കമന്റ് ചെയ്യുക. അപ്പോൾ ഇതുപോലത്തെ കൂടുതൽ ക്രിക്കറ്റ് വാർത്തകൾക്കായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.